ഹായ് ഗൈസ്, ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിലെ മേജർ കറൻസീസ് ആയിട്ടുള്ള യൂറോ USD, GBP USD, ഗോൾഡ് എന്നിവയുടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഡെയിലി ബയാസ് എന്തൊക്കെയാണ്, കീ ലെവൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അസർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ട്രേഡറെ സംബന്ധിച്ച് ഒരു ട്രേഡിംഗ് ഡേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ന്യൂസുകളാണ്. നമ്മൾ ഫോറക്സ് ഫാക്ടറിൽ പോയിട്ട് ഇന്ന് എന്തെല്ലാം ന്യൂസുകളാണ് ഉള്ളത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 7 മണിക്ക് നമുക്ക് 24-ാം തീയതി 7 മണിക്ക് USDയിൽ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറയുന്ന ഹൈ ഇമ്പാക്ട് ന്യൂസ് വരുന്നുണ്ട്. സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. സോ 7 മണി എന്ന് പറയുന്ന സമയത്ത് USD ന്യൂസ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ സമയത്ത് USD കറൻസി പേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി കറൻസീസിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസി ആയിട്ടുള്ള ഗോൾഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കറൻസി ആയിട്ടുള്ള ഗോൾഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ഓൾ ടൈം ഹൈ അടിച്ച് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 50 മിനിറ്റ്സിൽ നമുക്കൊരു ബൈയിങ് റേഞ്ച് ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ഈ ബൈയിങ് റേഞ്ചിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു കീ ലെവൽ എന്ന് പറയുന്നത് ഈ കീ ലെവലാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കീ ലെവൽസ് എന്ന് പറയുന്നത്, പിന്നെ ഇവിടെയൊന്നും നമുക്ക് അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽസ് കാണുന്നില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കൗണ്ടർ ട്രേഡ് വേണമെങ്കിൽ പുഷ് ചെയ്യാം. അതായത് ഇവർ ഇന്റേണൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് ചേഞ്ച് ഒക്കെ ഇന്റേണലി കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയയിലോട്ട് വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കൺഫർമേഷൻ നോക്കിക്കൊണ്ടുള്ള ഒരു ട്രേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ നിന്ന് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ മേജർ ആയുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു, അതായത് ഒരു ബൈയിങ് റേഞ്ച് ഉണ്ടായിരുന്നു ഇന്നലത്തെ ഗോൾഡിന്റെ. ഈ ബൈയിങ് റേഞ്ചിൽ നിന്നാണ് ഇന്നലെ മാർക്കറ്റ് എന്ത് ചെയ്ത് റിയാക്ട് ചെയ്തിട്ട് ഏകദേശം ഇന്നലെ എന്ത് ചെയ്തത്, മുകളിലോട്ട് പോയത്. അത്യാവശ്യം നല്ലൊരു കിടിലൻ ട്രേഡ് ആയിരുന്നു. ഏകദേശം 1:2 സംതിങ്, 1:4, 1:5 സംതിങ് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇതിൽ ഇന്നലെ ക്യാച്ച് ചെയ്യാൻ പറ്റും. നല്ല കിടിലൻ ട്രേഡ് ചെയ്യായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഗോൾഡിൽ ഉണ്ടായ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കറൻസി ആയിട്ടുള്ള കറൻസിയായ യൂറോസ് നോക്കുന്ന സമയത്ത് ഇന്നലെ നമുക്കൊരു സെല്ലിംഗ് റേഞ്ച് ആണ് ഉണ്ടായതല്ലേ. ഈ സെല്ലിംഗ് റേഞ്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സെല്ലിംഗ് റേഞ്ചിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കീ ലെവലാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഈ കീ ലെവൽ ഞാൻ പറയുന്ന ഒരു വലിയ കീ ലെവലാണ്, വളരെ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. കറക്റ്റ് അവിടെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ഇറങ്ങിപ്പോയി. പക്ഷേ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിലവിൽ നോക്കുന്ന സമയത്ത് ഈ സെല്ലിംഗ് റേഞ്ച് എന്ത് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പൊ ബൈലോട്ടാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് പോകുന്നത്. അപ്പൊ നിലവിലത്തെ നമ്മുടെ ഏറ്റവും ഒരു ലോ ഏരിയ ഇതാണ്, ഒരു ഹൈ ഏരിയ ഇതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണുന്നില്ല. വേണം എന്നുണ്ടെങ്കിൽ റിസ്ക് കുറച്ചുകൊണ്ട് ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാവുന്ന, ഒരു ബൈ ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്ന, പുഷ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യും, ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് യൂറോസ്റ്റിയിൽ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കറൻസി ആയിട്ടുള്ള GBP USDയിലോട്ട് നോക്കുന്ന സമയത്ത് GBP USD അറ്റ് പ്രസന്റ് ഒരു ബൈയിങ് റേഞ്ചിലാണ് മാർക്കറ്റ് കിടക്കുന്നത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ. അപ്പൊ മാർക്കറ്റ് ഇവിടെ വന്ന് റിയാക്ട് ചെയ്ത് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. കൺഫർമേഷൻസ് നോക്കിയിട്ട് മാത്രം, ജസ്റ്റ് ബ്ലൈൻഡ്ലി ഈ കീ ലെവൽസിന് ട്രേഡുകൾ എടുക്കരുത്. കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രം ഇത്തരത്തിലുള്ള ഏരിയാസിന് എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റർ ചെയ്യുക. ഈ എൻ്റർ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള എൻ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്യാച്ച് ചെയ്യാവുന്നതാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡിസംബർ മാസമാണ്, അവസാനത്തെ ആഴ്ച ആവാറായി. മാർക്കറ്റിൽ മാനിപ്പുലേഷൻസ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സോ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, റിസ്ക് കുറച്ചുകൊണ്ട് മാത്രം നിങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. സോ സേഫ് ട്രേഡ്.